ഹായ് ഹലോ. ആദ്യ ആർട്ട് ഗാലറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് പ്രണയാനും. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഫാബ്രിക് പെയിൻറ്റിങ്ങിൽ ഔട്ട്ലൈൻ ചെയ്യുന്നതായിരുന്നു പഠിപ്പിച്ചു തന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഫില്ലിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഫില്ലിംഗ് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ മോട്ടിഫ്. ഇതിനകത്താണ് ഞാൻ ഫില്ലിങ് ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ നേരത്തെ ട്രേസ് ചെയ്ത് വെച്ചിട്ടുള്ള പിക്ചറാണ്. ട്രേസിങ് എങ്ങനെയാണെന്ന് അറിയാത്തവർ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ട്രേസിങ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽ വീഡിയോ അതിനകത്തുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയിട്ട് കാണുക. പ്രൊഫെഷണൽ എന്നുള്ള ചാനലിൽ കയറിയിട്ട് കാണുക. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇതുപോലെ ഞാനത് റിങ്ങിനകത്തിട്ടിട്ടുണ്ട്, ആ ഒരു ക്ലോത്ത്. അപ്പോൾ മോട്ടിഫ് നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാൻ റെഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. റെഡ് കളർ യൂസ് ചെയ്തിട്ട് ഫുള്ള് ഫ്ലവറിൻ്റെ പെറ്റൽസ് ഫുള്ള് റെഡ് അപ്ലൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഫ്ലാറ്റ് ബ്രഷാണ് ഇതിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഇതുപോലത്തെ ഫ്ലാറ്റ് ബ്രഷ് തന്നെ യൂസ് ചെയ്യുക. കാരണം ഫ്ലാറ്റ് ബ്രഷ് കൊണ്ട് ഫില്ല് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് കഴിയുകയും നല്ല നീറ്റ്നെസ് ഉണ്ടാവുകയും ചെയ്യും. ഇനി ഫ്ലാറ്റ് ബ്രഷ് കയ്യിലില്ലാത്തവർ നോർമൽ ബ്രഷ്, അതായത് റൗണ്ട് ബ്രഷ് യൂസ് ചെയ്താൽ മതി. 000 ബ്രഷ് നിങ്ങൾ ഔട്ട്ലൈനിന് മാത്രം യൂസ് ചെയ്യുക, വേറെ ഒന്നിനും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക. അതുപോലെ പെയിൻറ്റ് ചെയ്യുന്നതിനൊരു രീതിയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. നമ്മളെപ്പോഴും ഒരേ ഡയറക്ഷനിൽ തന്നെ പെയിൻറ്റ് ചെയ്യണം. അതായത് ചില സമയത്ത് കുറച്ച് സമയം നമ്മൾ വെർട്ടിക്കൽ ചെയ്യും, പിന്നെ ഹൊറിസോണ്ടൽ ചെയ്യും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇതുപോലെ സെയിം ഡയറക്ഷനിൽ തന്നെ ഇത് ചെയ്യുക. ഒന്നിക്കലും മുകളിൽ നിന്ന് താഴേക്ക് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ താഴേന്ന് മുകളിലേക്ക് എന്നുള്ള രീതിയിൽ സെയിം ഡയറക്ഷനിൽ തന്നെ ചെയ്യുക. അപ്പോൾ ഞാനിത് ഈ പെറ്റൽസ് മുഴുവൻ കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നീറ്റിൽ ചെയ്തെടുക്കുക കേട്ടോ. അതുപോലെ ഒറ്റൊരു പ്രാവശ്യം ചെയ്തത് കൊണ്ട് നീറ്റ്നെസ് വരില്ല. വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേ ഇരിക്കുക, കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. ഇതുപോലെ സ്ലോ ആയിട്ട് ചെയ്തു കൊടുക്കുക. ശ്രദ്ധിച്ചിട്ട് ഫില്ലിങ് ചെയ്തു കൊടുക്കുക. ഞാൻ ഈ 2 പെറ്റലും കൂടെ ഞാൻ കാണിച്ചു തരാം. പിന്നെ അതിന് ശേഷം ഞാൻ വീഡിയോ കുറച്ച് സ്പീഡാക്കുന്നുണ്ട്. ഭയങ്കര ലോങ് ആയിപ്പോവും, അതുകൊണ്ടാണ്. ഞാൻ ഈ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി. വളരെ സിമ്പിളാണ്. അതുപോലെ ഇത് വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നിങ്ങളിതിന് വരയ്ക്കുന്നതിന് മുൻപ് സൈഡിൽ ഹെഡിങ് കൊടുക്കണം. ഫില്ലിംഗ് എന്ന് ഹെഡിങ് കൊടുക്കുക. എന്തിനാണെന്ന് വെച്ചാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ എന്തായാലും ഈ ഒരു പേര് മറന്നു പോവും. അതുകൊണ്ടാണ് ഫില്ലിംഗ് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് വേണം പെയിൻറ്റ് ചെയ്യാൻ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ കുറച്ച് സ്പീഡാക്കുന്നുണ്ട്. ഇതുപോലെ ചെയ്യുക. നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ക്ഷമയോടുകൂടി ചെയ്യുക. ക്ഷമയാണ് നമുക്ക് കൂടുതൽ വേണ്ടത്. എങ്കിൽ നല്ല നീറ്റിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ കുറച്ച് മടിയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഈ ഒരു ഫ്ലാറ്റ് ബ്രഷ് തന്നെ യൂസ് ചെയ്യുക. അതാകുമ്പോൾ പെട്ടെന്ന് ഫില്ലിംഗ് ഒക്കെ കഴിയും. അതുകൊണ്ട് ഫ്ലാറ്റ് ബ്രഷ് തന്നെ യൂസ് ചെയ്യുക. ഇതുപോലെ ചെയ്യുക. ഞാനിപ്പോൾ ഇതിന് റെഡ് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് ഈ ഒരു ഫ്ലവറും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന പെയിൻറ്റിങ് എത്രത്തോളം പെർഫെക്റ്റ് ആണ്, കറക്റ്റാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ ഒരു വഴിയുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെ നമ്മൾ ആ റിങ് ഒന്ന് പിടിക്കുക. കുറച്ച് ഉയർത്തി പിടിച്ച് നോക്കുക. അപ്പോൾ ലൈറ്റ് പോലെ കണ്ടോ, നമ്മുടെ പ്രകാശം നമ്മൾ ആ ക്ലോത്തിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് പോലെ കാണും. ഈ ഒരു ലാസ്റ്റ് ഫ്ലവറിൽ അങ്ങനെ ലൈറ്റ് പാസ് ചെയ്യുന്നില്ല. മുകളിലത്തെ പെറ്റൽസിലൂടെ ലൈറ്റ് പാസ് ചെയ്യുന്നത് കാണുന്നുണ്ടല്ലോ.
അതുപോലെ ഒരിക്കലും വരാൻ പാടില്ല. അതിനർത്ഥം നമ്മൾ ഫില്ല് ചെയ്തത് കറക്റ്റ് അല്ല എന്നാണ്. ഇതുപോലെ ലൈറ്റ് ഇങ്ങനെ കാണരുത്, ചെറിയ ചെറിയ ഗ്യാപ്പ് കാണുന്നില്ലേ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ വീണ്ടും റെഡ് കളർ അപ്ലൈ ചെയ്യുക. ആ ഒരു ഗ്യാപ്പൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഇതുപോലെ ചെയ്യുക. അതിന് ശേഷമുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ നേരത്തെ വെച്ച പോലെ തന്നെ ഇതും വെച്ച് നോക്കാം. അപ്പോൾ നമുക്ക് വ്യത്യാസം മനസ്സിലാവും. എന്താ കണ്ടില്ലേ, ഇപ്പോൾ ആ ഒരു ലൈറ്റ് പാസ് ചെയ്യുന്നില്ല, ഒരു ലൈറ്റോ ഒന്നും അവിടെ ഇല്ല. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് ഫില്ലാക്കി കൊടുക്കുക. എപ്പോഴും അങ്ങനെ ചെയ്ത് നോക്കണം. ഇത് ഞാൻ ലീഫിന് വേണ്ടിയിട്ട് ഗ്രീൻ കളർ എടുത്തിട്ടുണ്ട്. സാപ്പ് ഗ്രീനാണ് ഞാനിതിന് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ എൻ്റെ കയ്യിൽ ഓൾറെഡി കുറച്ച് നാൾ മുൻപേ ഉള്ള കളറാണ്. അപ്പോൾ ഇത് കുറച്ച് തിക്കാണ്. ഈ ഒരു തിക്നെസ്സിലുള്ള പെയിൻറ്റ് ഞാൻ എടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ, അപ്പോൾ കുറച്ച് ആൾക്കാർ പേഴ്സണലി എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് നമ്മൾ ക്ലോത്തിൽ വാട്ടർ ആഡ് ചെയ്യാവോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ അത് കാണിച്ചു തരാം. ഇതുപോലെ തിക്ക് പെയിൻ്റൊക്കെ ആണെങ്കിൽ, അതായത് കുറേ നാൾ നമ്മുടെ കയ്യിൽ വെച്ചിരുന്ന പെയിൻ്റൊക്കെ ആണെങ്കിൽ നമുക്കിതുപോലെ വാട്ടർ ആഡ് ചെയ്യാം. അല്ലാതെ ഫ്രഷ് ആയിട്ടുള്ള പെയിൻ്റാണ്, നമ്മൾ പുതിയ വാങ്ങിച്ച പെയിൻ്റാണെങ്കിൽ ഒരിക്കലും അതിനകത്ത് വാട്ടർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ക്ലോത്തിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. ഇതുപോലെ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ സ്പ്രെഡ് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അധികം വാട്ടർ കണ്ടൻറ്റ് ചേർക്കേണ്ടതില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ കളർ ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഈ ഒരു 2 ലീഫ് ഞാൻ കുറച്ച് സ്ലോ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഈ വീഡിയോ കുറച്ച് സ്പീഡാക്കുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് കുറച്ചും കൂടെ കഴിയും, അല്ലെങ്കിൽ ഭയങ്കര കൂടുതലായിരിക്കും, ഭയങ്കര ലോങ് വീഡിയോ ആയിപ്പോൾ. അതുകൊണ്ടാണ്. സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ പെറ്റലിൽ യൂസ് ചെയ്ത ആ ഒരു രീതിയിൽ തന്നെയാണ് ലീഫും ചെയ്യുന്നത്. വ്യത്യാസമൊന്നുമില്ല, അതേ രീതിയിൽ തന്നെ, ഒരേ രീതിയിൽ തന്നെ ചെയ്തു പോവുക. ഈ ഒരു ഭാഗത്ത് ചെറിയ ഭാഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് തിൻ ബ്രഷൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഫ്ലാറ്റ് ബ്രഷ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ റെഡ് കളർ നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ആ ഒരു റെഡ് കളറ് ഡ്രൈ ആയതിന് ശേഷം മാത്രമേ നമ്മൾ അതിന് നെക്സ്റ്റ് പെയിൻറ്റ് നമ്മൾ യൂസ് ചെയ്യാവൂ. അതായത് അല്ലെങ്കിൽ ഇതുപോലെ സൈഡിൽ, പെറ്റലിൻ്റെ സൈഡിലൊക്കെ ഗ്രീൻ കളർ ആഡ് ചെയ്യുന്ന സമയത്ത് അത് സ്പ്രെഡായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതില്ലാതാക്കാനാണ് ഞാൻ പറയുന്നത്. കുറച്ച് ഡ്രൈ ആയതിന് ശേഷം മാത്രം നമ്മൾ നെക്സ്റ്റ് കളർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെയൊക്കെ ഞാൻ കുറച്ച് സ്പീഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിൽ യെല്ലോ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഏകദേശം കഴിയാറായി. ലെമൺ യെല്ലോ ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. റൗണ്ട് ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് യെല്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സെൻറ്ററിൽ ഇതുപോലെ തന്നെ അതിന് ഞാൻ റെഡ് കളറിലേക്കൊന്ന് സ്പ്രെഡ് ആവാതെ ശ്രദ്ധിച്ചിട്ട് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ലാസ്റ്റ് ഫ്ലവറും കൂടി ഫില്ല് ചെയ്യാണ്. ഏകദേശം കഴിഞ്ഞു. എന്താ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു പിക്ചർ കിട്ടിക്കഴിഞ്ഞാൽ ഫില്ലിങ് ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ എപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് നല്ല പോലെ വരയ്ക്കാൻ വേണ്ടി പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഫാബ്രിക്കിലാവുമ്പോൾ നല്ല എക്സ്പീരിയൻസ് വേണം, എങ്കിൽ മാത്രമേ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് വരയ്ക്കാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.